ബിഗ് ബോസിലെ നിർണായകമായ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ അരങ്ങേറുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും. പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെ വിഷമത്തോടെ കാണുന്ന ഒന്നായിരുന്നു ഗബ്രിക്കും ജാസ്മിനുമെതിരെ ആരും നിൽക്കുന്നില്ല എന്നത്. ഗബ്രിയും ജാസ്മിനും അവിടെ കാണിച്ചു കൂട്ടുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ അവിടെ ആരുമില്ല എന്നത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു വിഷമം തന്നെയായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രിയായി വന്ന DJ സിബിൻ ഇവർക്കെതിരെ നന്നായി തന്നെ കളിച്ചിട്ടുണ്ട്. DJ സിബിൻ്റെ വരവോടെ പ്രേക്ഷകരെല്ലാവരും വലിയൊരു തകർച്ചയാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ അവർക്കും ഒരു ദുഃഖമായിരുന്നു അവസാനം വന്നത് എന്ന് പറയണം. കാരണം DJ സിബിൻ ഇപ്പോൾ ആ മത്സരത്തിലില്ല. DJ സിബിൻ തന്നെ പുറത്തു പോയിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ആയപ്പോഴേക്കും ഗബ്രിയെയും ജാസ്മിനെയും പൂട്ടാനായി ഒന്നും അവിടെ ഇനി ഇല്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് അൻസിബ എന്ന വലിയൊരു താരം കഴിഞ്ഞ ദിവസം ഉദിച്ചത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൻസിബ കഴിഞ്ഞ ദിവസം ഗബ്രിക്കെതിരെ സംസാരിച്ചത് കണ്ടപ്പോൾ എണീറ്റ് നിന്ന് കൈയടിക്കാൻ തോന്നിയെന്നാണ് ട്രോൾ പേജുകളിലേക്ക് തന്നെ വരുന്ന ഓരോരോ കമൻറ്റുകൾ. അത്രമാത്രം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒന്നായി മാറിയിരുന്നു അത്. അൻസിബ എപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയത്? ഇങ്ങനെയൊക്കെ സംസാരിക്കുമായിരുന്നിട്ട് മനഃപൂർവ്വം ഇത്രയും നാളും മിണ്ടാതിരുന്നതാണോ? ഇപ്പോൾ ആരാണ് അൻസിബയോട് ഇങ്ങനെ സംസാരിക്കാനൊക്കെ ആവശ്യപ്പെട്ടത്? കഴിഞ്ഞ ദിവസം ജാസ്മിനെതിരെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഇതാ ഗബ്രിക്കെതിരെയും. നന്നായി തന്നെ ജാസ്മിനോട് എതിരെയും ഗബ്രിക്കെതിരെയും ഇപ്പോൾ താരം കളിക്കുന്നുണ്ട് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കുന്ന ചില കാര്യങ്ങളും സംസാരിക്കാനുണ്ട് എന്നാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസമാണ് ജാസ്മിൻ ജയിലിലേക്ക് പോയത്. ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്തതിൽ ഒരു പ്രധാന പങ്കും നമ്മുടെ അൻസിബയ്ക്കുണ്ട്. കാരണം കിച്ചൺ ഡ്യൂട്ടിക്ക് എത്താതിരിക്കുക, മനഃപൂർവ്വം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുക, കിച്ചൺ ഡ്യൂട്ടി ഇടുന്ന സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നടക്കുക, കിച്ചണിൽ എത്താതിരിക്കുക, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തനിക്ക് കൊടുത്ത ഒരു ആക്ടിവിറ്റി പോലും നേരെ ചെയ്യാൻ പറ്റാതെ നിന്ന ജാസ്മിനെയാണ് അൻസിബ നോമിനേറ്റ് ചെയ്തത്. അതിന് പിന്നാലെ എല്ലാവരും ജാസ്മിനെ തന്നെ നോമിനേറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെ ജാസ്മിൻ വീണ്ടും ജയിലിലേക്ക് പോയി, അതും ജിൻഡയോടൊപ്പം. ഇതിനപ്പുറം വെറുപ്പ് അല്ലെങ്കിൽ ജാസ്മിന് ഒരു പണി കൊടുക്കാൻ ഇനി മറ്റൊന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് അവിടെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ബഹളമൊക്കെ തുടങ്ങിയത്. അതായത് പവർ ടീമിലെ ആളുകൾ എല്ലാവരും തന്നെ ഇക്കണക്കിന് ഇവരെ സഹായിക്കാൻ എത്തിയപ്പോൾ, അതായത് അൻസിബ ഒറ്റയ്ക്ക് അടുക്കളയിൽ നിന്നപ്പോൾ സഹായിക്കാൻ എത്തിയപ്പോൾ അവിടെ ഗബ്രി മാത്രം ഇല്ലായിരുന്നു എന്ന് പറയുന്നത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ പവർ ടീം അംഗങ്ങൾ മുഴുവൻ അവിടെ ഇല്ലായിരുന്നു. പവർ ടീം ഒക്കെ തന്നെയും വെറുതെ അവിടെ നിൽക്കുകയായിരുന്നു. ആ വീട്ടിലെ ക്യാപ്റ്റൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം ഇതേ സമയം, അതായത് കാല് വയ്യാത്ത അൻസിബ അവിടെ ഒറ്റയ്ക്ക് നിന്ന് പണി ചെയ്യുന്നത് കണ്ടിട്ട് ഈ ക്യാപ്റ്റനായ ശ്രീതു പോലും അതിന് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. അവസാനം കഴിക്കാൻ വന്നപ്പോഴേക്കും ഗബ്രി പറഞ്ഞു, എനിക്ക് ഒരു എക്സ്ട്രാ ചപ്പാത്തി വേണമെന്ന്. ഒന്നല്ല രണ്ടെണ്ണം വേണമെന്ന് പിന്നീട് ആയപ്പോഴാണ് അൻസിബയുടെ ദേഷ്യം പുറത്തു വന്നത്. ഞാനിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, നീ ഇവിടെ വെറുതെയല്ലേ ഇരുന്നത്, നിനക്ക് വന്ന് സഹായിച്ചിട്ട് നിനക്ക് തന്നെ ഉണ്ടാക്കിക്കൂടായിരുന്നു എന്ന് അൻസിബ ചോദിച്ചു. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമുള്ളത് ഞാൻ ഉണ്ടാക്കി. എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് 2 ചപ്പാത്തി കൂടി എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനാകില്ല എന്നാണ് അൻസിബ പറയുന്നത്. അതുപോലെ അൻസിബ കണക്കിന് കൊടുക്കുന്നുമുണ്ട്. നിനക്ക് ഞാൻ അവളെ ജയിലിലോട്ട് പറഞ്ഞു വിട്ട ദേഷ്യമാണെങ്കിൽ നീ അങ്ങനെ പറയ്, അങ്ങനെ നീ ഇതിവിടെ തീർക്കണ്ട, അല്ലാതെ തീർക്കാനുള്ളതൊക്കെ നീ തീർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബ സംസാരിക്കുന്നുണ്ട്. അപ്പോഴായാലും ഗബ്രി ഒന്നും സംസാരിക്കുന്നില്ല. ഗബ്രിക്ക് വേണ്ടിയും ആരും സംസാരിക്കുന്നില്ല. അടി ഉണ്ടായപ്പോൾ ശ്രീതു വരികയും ഋഷി വരികയും ഇവരെ പിടിച്ച് മാറ്റാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനു മുൻപ് വരെ ആരും ഇതിന് സഹായിച്ചില്ല എന്ന് പറയുന്നതാണ് സത്യം. അതുവരെ ആരും ഇത് മൈൻഡ് ചെയ്തില്ല എന്ന് കൂടി പറയണം. അൻസിബ ഇങ്ങനെയൊക്കെ പറയുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. ഇത്രയും നാളും അൻസിബ ഇതൊക്കെ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അത്രമാത്രം പ്രേക്ഷകർക്ക് ഒരു ഞെട്ടലായിരുന്നു കഴിഞ്ഞ ദിവസം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.